ഏയ് സത്യഭാമ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊല്ലം എത്രയായി അവളോട് നിൽക്കാൻ തുടങ്ങിയിട്ട്? അവളുടെ പേരിലും ഇല്ലേ ഒരു സത്യം? ആ പേരുള്ളവർ തന്നെ കള്ളികളാ. എന്തായാലും എനിക്ക് അവളെ ഒട്ടും വിശ്വാസമില്ല. അല്ലെങ്കിലും അവളുടെ പക്ഷം പിടിച്ച് പറയാൻ നിങ്ങൾക്ക് പണ്ടേ ഇച്ചിരി ആവേശം കൂടുതലാണ്. ചേടാ, ഞാൻ ഏതാണ്ട് തുണിയില്ലാതെ വന്ന് നിൽക്കണ പോലെയാണല്ലോ. അതെ, ഈ സുഗുണനോട് പറഞ്ഞ അവളുടെ കള്ളത്തരം ചിലപ്പോ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. അവനെന്താടി ചാറ്റ് ചെയ്തു? ഓ, നിങ്ങൾ കൊണ്ടൊരു ചാറ്റ് GPT. ഞാൻ എന്തായാലും അവനോട് ഇക്കാര്യം പറയാൻ പോകും. അവനോട് ചെറുത് വാങ്ങിച്ചു കൊടുത്ത കാര്യം എളുപ്പം നടക്കും. ഓ, ആ വക നിങ്ങൾക്കും വീശാലോ അല്ലേ? ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട കൊച്ചമ്മ, ഇന്ന് തന്നെ കണ്ടുപിടിക്കാം. വേണമെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം അല്ലേ? പിന്നെ ഇതിനൊരു ചെറിയ എണ്ണച്ചിലവൊക്കെ ഉണ്ട്. എണ്ണച്ചെലവോ? എടോ, എണ്ണച്ചിലവെന്ന് ഉദ്ദേശിച്ചതേ കുപ്പിയുടെ കാര്യ. എടാ, കുപ്പിയുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. എങ്കിൽ സത്യഭാമയുടെ കള്ളത്തരം കണ്ടുപിടിക്കുന്ന കാര്യം ഞാനും ഏറ്റി. എന്തായാലും നാളത്തെ കഴിയട്ടെ. എന്താ സാറ് നാളത്തെ കഴിയണത്? നാളെ അവളിവിടെ ഉണ്ടാവില്ല. എല്ലാരും കൂടെ ഓഫീസിൽ നിന്ന് ടൂർ പോവുകയാണ്. അപ്പൊ നാളെ വരെയും കാത്തിരിക്കണല്ലേ? നീ വിഷമിക്കണ്ട. മിലിറ്ററിക്കാരൻ അളിയൻ നാളെ വരും. നല്ല പെടപ്പൻ സാധനം അവന്റെ കയ്യിലുണ്ട്. അമ്മ അവനെ കൂടെ വിളിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കള്ള് ഷാപ്പാക്കാം. എന്തായാലും സാറിന്റെ അളിയനൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം അല്ലേ? പരിചയപ്പെടുന്നത് കൊള്ളാം. കുപ്പിക്ക് വേണ്ടി അവനെ ശല്യപ്പെടുത്തരുത്. ദേഷ്യം വന്ന അവനൊരു മതയാനയാ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തായാലും നീ ഇന്ന് പോ. പോകുന്ന വഴിക്ക് ഇവിടത്തെ ജോലിക്കാരുടെ കള്ളത്തരം കണ്ടുപിടിക്കാനുള്ള വഴിയും ആലോചിക്കുക. എന്നിട്ട് അത് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യും. കപ്പവരെ കിട്ടി പോരെ? മതി മതി. സുഗുണ, ഇതാണ് എന്റെ ഒരേ ഒരു അളിയൻ, പട്ടാളക്കാരൻ പയ്യൻ പ്രിയൻ. എന്റെ ഒരേ ഒരു കമ്പനിക്കാരനാണ് സുഗുണൻ. അളിയൻ ഇതാരെയാ നോക്കുന്നത്? ചേച്ചി അല്ലടാ, ഞാൻ എന്റെ അമ്മാവനെ നോക്കിയതാ. അങ്ങേരെ ഇതുവരെ കണ്ടില്ല. ഏത്? ആ ചീക്കത്തടിയ. അങ്ങനെ പറയാതടാ, എനിക്ക് ആകെപ്പാടെയുള്ള ഒരു അമ്മാവനാ. തീർക്കല്ലേടാ, തീർക്കല്ലേടാ. ഒരെണ്ണം വിട്ടപ്പോഴേ അവ പണി തുടങ്ങി. ഒന്ന് പോലെയാണ്, ചുമ്മാ മനുഷ്യനെ അപമാനിക്കാതെ. അല്ലടിയാ, ചേച്ചി എങ്ങാനും പെട്ടെന്ന് ഇങ്ങോട്ട് വരുവോളിയാ? ഓ, ഇങ്ങനെ ചേച്ചിയെ പേടിയുള്ള ഒരു അനിയൻ. എടാ, ഒന്നുമില്ല, ഇതിൽ പട്ടാളക്കാരനല്ലേടാ. സ്വന്തം പെങ്ങളെ ഇങ്ങനെ പേടിക്കുന്ന ഒരു അനിയനെ ഞാൻ കണ്ടിട്ടില്ല. ഒട്ടും പേടിയില്ലാത്തൊരു മഹാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അളിയത് മൂത്രം ഒഴിക്കുന്നു.
പേര് പോലെ തന്നെ അമ്മാവൻ. എന്താണ് അമ്മാവന്റെ പേര്? ഇച്ചു ഇച്ചു അമ്മാവൻ. കിച്ചു. കിച്ചു. അയ്യോ എന്തായാലും അമ്മാവന്റെ അളിയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നാ തോന്നുന്നത്. ആ അയ്യോ കുറ്റമ്മ. എല്ലാം നല്ല പേടിച്ചൂറികളാ, കണ്ടില്ലേ പറ ഓടുന്നത്. സുഗുണം പറഞ്ഞ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ മാല വയ്ക്കുന്നതിന് പകരം മോതിരം വെച്ചാലും മതിയല്ലേ. അവൾ ഇതെടുത്താൽ അവളുടെ ഉള്ളിലെ കള്ളിയെ കണ്ടെത്താൻ പറ്റും. എന്തായാലും എടുക്കാതിരിക്കില്ല. നോക്കാം. മോതിരം വിൽക്കാൻ പറ്റിയ ആള് സുഗുണേട്ടനാ. പുള്ളിക്കൊരു കുപ്പിക്ക് കാശ് കൊടുത്താൽ മതി, സംഭവം സ്പീഡാക്കും. ഒന്ന് ശ്രമിച്ചു നോക്കാം. സാറ് അല്പം പിന്നെ പുറത്തേക്ക് പോണുണ്ടോ? ആ സുഗുണേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ് എനിക്കത് ചെയ്തു തരുമോ? എന്താ കാര്യം? ഈ മോതിരം ഒന്ന് വിറ്റ് കാശാക്കി തരുമോ? ദൈവമേ, ഇത് ഇവിടുന്നെങ്ങാനും അടിച്ചു മാറ്റിയതാണോ? അല്ല, ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞത് മാല വെക്കാനാണല്ല. ഒരുപക്ഷെ ഇത് ഇവിടെ തന്നെ ആയിരിക്കും. എന്താ സുഗുണേട്ടാ ആലോചിക്കണ? ഒന്നുമില്ല. സുഗുണേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യുമോ? മോളുടെ ഹോസ്റ്റൽ ഫീസ് അടക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. സുഗുണേട്ടനാകുമ്പോൾ ഇവിടെ നല്ല പരിചയക്കാരുള്ളതല്ലേ, ഒന്ന് വിറ്റ് തരുമോ? ഇവിടെ നിന്നാണ് ശമ്പളം കിട്ടാനും താമസിക്കും. ഇത് വിറ്റ് തന്നാ നീ എനിക്ക് എന്ത് തരും? 1000 രൂപ തരാം, അതിൽ കൂടുതൽ ചോദിക്കരുത് പ്ലീസ്. ഉറപ്പാണല്ലോ അല്ലേ? എന്നാ മോതിരിങ്ങതാ. എന്താ ഇവിടെ നിനക്കെന്താ ഇവിടെ കാര്യം? അകത്ത് പോയി പണി ചെയ്തേ. എന്താ സുഗുണ കയ്യില്? ഒന്നുമില്ല കൊച്ചമ്മ. എന്തോ ഉണ്ട്, നീ കൈ കാണിച്ചേ. അപ്പൊ നീയാണല്ലേ ഇവിടുത്തെ കള്ളൻ? ഇതിനാണല്ലേ നീ കള്ളനെ കൊടുക്കാനുള്ള വിദ്യ പറഞ്ഞു തന്നത്? അയ്യോ കൊച്ചമ്മ, ഞാനല്ല ഇതെടുത്തത്. സത്യമായിട്ട് ഞാനല്ല ഇതെടുത്തത്. നീ ഒന്നും പറയണ്ട, നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ നിൽക്കുന്നവള് കള്ളിയാണെന്ന് വിചാരിച്ച് അവളെ കൊടുക്കാൻ നോക്കിയപ്പോ ഇപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ ആയ പോലെ ആയി. ദൈവമേ, ഞാൻ എന്ത് പറഞ്ഞാണ് ഈ കൊച്ചമ്മേനൊന്ന് വിശ്വസിപ്പിക്കുക? ഓഹോ, അത് ശരി. ഞാനറിയാതെ ഇങ്ങനെയുള്ള കളികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നല്ലേ? സുഗുണം തക്ക സമയത്ത് വന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങൾ എവിടെയാ മനുഷ്യ? ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ